ഹലോ, എല്ലാവരും നല്ല തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ? സ്കൂളൊക്കെ തുറക്കാനായില്ലേ? അതിൻ്റെ സാധനങ്ങൾ വാങ്ങലും ബുക്ക് പൊതിയലും ഒക്കെ ഒരു ബഹളമായിരിക്കും ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക്. അപ്പം ഞങ്ങളിവിടെ ബുക്കൊക്കെ പൊതിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്കറിയാം നിങ്ങൾക്ക് ബുക്കൊക്കെ പൊതിയാൻ അറിയാമെന്ന്. എന്നാലും നമുക്കിന്ന് ബുക്ക് പൊതിയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ആദ്യം തന്നെ ടെക്സ്റ്റ് നമ്മൾ ഈ ബ്രൗൺ പേപ്പർ ഉണ്ടല്ലോ, നമ്മൾ ഈ പേപ്പറാണ് കേട്ടോ, സ്കൂളിൽ നിന്ന് കിട്ടിയ പേപ്പറാണ്. അപ്പോൾ ഈ പേപ്പറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നമ്മുടെ ബുക്ക് എടുത്ത് വെക്കുക. ഇനി നമ്മുടെ ബുക്ക് പൊതിയുന്ന സമയത്ത് അകത്തേക്കൊരു മടക്ക് കൊടുക്കൂലേ, ആ മടക്ക് ചിലർക്ക് ഒത്തിരി ഉണ്ടാവണം, ചിലർക്ക് കുറവ് മതി, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എത്രയാണ് നമുക്ക് മടക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും നോക്കിയിട്ട് നമ്മൾ ഈ ബ്രൗൺ പേപ്പർ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ബ്രൗൺ പേപ്പർ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നല്ല ടൈറ്റായിട്ട് പിടിക്കണം. എന്നിട്ട് നമ്മൾ ആ ബ്രൗൺ പേപ്പർ നല്ല പോലെ ഇങ്ങനെ തേക്കണം. ഞാനിപ്പോൾ കണ്ടോ തേക്കുന്നുണ്ടോ, ഈ നമ്മൾ അറ്റത്ത് കൊണ്ടുവന്നിട്ട് ഇതുപോലെ തേച്ചെടുത്താൽ നമുക്കത് കറക്റ്റ് ഷേപ്പിൽ കിട്ടും, ആ ബുക്കിൻ്റെ ഷേപ്പിൽ. ഇനി നമ്മളിത് മടക്കി കൊടുക്കണം കേട്ടോ. മടക്കി കൊടുക്കുന്ന സമയത്ത് നല്ലതായിട്ട് ഒന്ന് തേച്ച് കൊടുത്താലുണ്ടല്ലോ അത് കറക്റ്റായിട്ട് അങ്ങനെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ വശവും മടക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മടക്കിയെടുക്കുമ്പോൾ ഈ ലൂസ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ബുക്ക് നല്ല ടൈറ്റാക്കി വെച്ച് കൊടുത്തിട്ട് വേണം മടക്കേണ്ടത്. പിന്നെ നമ്മളിത് രണ്ട് സൈഡും മടക്കിയതിന് ശേഷം താണ്ടി ഇതിൻ്റെ ഈ മൂല ഭാഗം ഉണ്ടല്ലോ, ഈ കോർണർ ഭാഗത്ത് നമ്മൾ താണ്ടി അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണേ. അപ്പോൾ നമ്മളിത് കത്രിക എടുത്തിട്ട് അത് ചെറുങ്ങനെ, അതായത് ഒത്തിരി കയറ്റി കട്ട് ചെയ്യേണ്ട, എന്നാലും ഞാനിപ്പോൾ ഇതേ കട്ട് ചെയ്യുന്ന കാണിച്ചു തരാം. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്താലും മതി. ഒരു ചെറിയൊരു എന്താ പറയുക, ട്രയാങ്കിൾ അല്ലേ, ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഈ ബുക്ക് ഓപ്പൺ ആക്കുന്ന വശമുണ്ടല്ലോ, ആ വശവും അതുപോലെ തന്നെ ചെറിയൊരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനിയുണ്ടല്ലോ, നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത് ഇതാണ്ട് ചെറിയൊരു പീസ് ഇങ്ങനെ മുറിഞ്ഞൊരു പീസ് ഉണ്ടാവും. ആ പീസ് നമ്മൾ ഈ ബ്രൗൺ പേപ്പറിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ബുക്ക് പൊതിഞ്ഞെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്കിനി അപ്പുറത്തെ വശവും കൂടി ചെയ്ത് കൊടുക്കാമേ. അവിടെയും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ പീസ് ഈ ഒരു ചെറിയ പീസ് നമുക്ക് വീണ്ടും ഈ ബ്രൗൺ പേപ്പറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്താൽ അതങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. ഇത് നമ്മൾ ഇനി പ്രത്യേകിച്ച് സ്റ്റാപ്ലറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പശ വെച്ച് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പണ്ടൊക്കെ നമ്മൾ ചോറൊക്കെ വെച്ചിട്ട് ഒട്ടിക്കുക കേട്ടോ. പണ്ട് ഈ ബ്രൗൺ പേപ്പറൊന്നും ഇല്ലല്ലോ. പണ്ട് ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇത് ഒട്ടിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ കലണ്ടർ, ന്യൂസ് പേപ്പർ, അങ്ങനെയൊക്കെയാണ് ബുക്ക് പൊതിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം അല്ലേ ബ്രൗൺ പേപ്പർ, ഇപ്പം അല്ല, കുറേ കാലമായി ബ്രൗൺ പേപ്പറൊക്കെ ഉണ്ട്. എന്നാലും നമ്മളൊന്നും ബ്രൗൺ പേപ്പറിലല്ല പൊതിഞ്ഞിട്ടുള്ളത് കേട്ടോ. കുറച്ച് പഴയ ഓർമ്മകളായി ഇറക്കിയതാണ് അതിൻ്റെ ഇടയ്ക്ക്. ഇനി നമ്മളിതാ ഈ നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ ചെറിയൊരു ട്രയാങ്കിൾ രണ്ട് സൈഡിലും അപ്പുറത്തെ വശത്തും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ചെറിയ പീസ് ആ ബ്രൗൺ പേപ്പറിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുക. പിന്നെ നന്നായിട്ടൊന്ന് മടക്കി ഒന്ന് തേച്ച് കൊടുക്കുക. തേക്കുക എന്ന് പറഞ്ഞാൽ കൈ വെച്ചിട്ട് തേക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബുക്കിൻ്റെ പൊതിയൊക്കെ കഴിയാനായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ പെട്ടെന്നായില്ലേ. ഇതിപ്പോൾ വീഡിയോ എടുക്കാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആയതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തല്ലേ, ഇത്ര പോലും ടൈം വേണ്ട. എനിക്കറിയാം കേട്ടോ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം എന്നുള്ളത്, എന്നാലും ഞാൻ വെറുതെ ഒന്ന് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കൂ കേട്ടോ, നന്നായിട്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് സ്റ്റാപ്ലറിൻ്റെ ഒന്നിൻ്റെയോ ആവശ്യമില്ല. കുഞ്ഞു മക്കളെ ബുക്കൊക്കെ ആണെങ്കിൽ വേണമെങ്കിലൊന്ന് സ്റ്റാപ്ലർ ചെയ്ത് കൊടുത്തോളൂ, കാരണം അവരെടുക്കുമ്പോഴൊക്കെ താഴെ വീഴാനും പൊതി അഴിഞ്ഞു പോകാനും ഒക്കെ ചാൻസ് ഉണ്ടല്ലോ. വലിയ കുട്ടികൾക്ക് അങ്ങനത്തെ നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമുക്കിനി ഇതിനകത്തൊരു സ്റ്റാപ്ലർ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഓക്കെ.